JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മലയാളത്തിൻ്റെ നാഗമാണിക്യം വാവാ സുരേഷ് ആയിരുന്നു. സുരേഷുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ പാമ്പിൻ്റെ ബുദ്ധിയെക്കുറിച്ച് എന്താണ്? പാമ്പിൻ്റെ ബുദ്ധി എന്നാൽ ബുദ്ധി ഇല്ലാത്ത ജീവിയാണ് പാമ്പുകൾ. ഒട്ടും ബുദ്ധി, ഒരു പൊടി പോലും ബുദ്ധി. രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് ഭക്ഷണം തേടുക, ഒന്ന് ഓടി മാളത്തിൽ ഒളിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവർക്ക്. നമ്മുടെ ഈ ഐതിഹ്യപ്രകാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഒരുപക്ഷെ പഠിച്ചതെല്ലാം മണ്ടത്തരാന്നാണ് ഇപ്പോൾ സുരേഷ് പറയുന്നത്. ഒന്ന്, പാമ്പിൻ്റെ കോപം, പ്രതികാരം. പാമ്പിനെ നിങ്ങൾ നോവിച്ചു വിട്ടത് പാമ്പിനെയാണ് എന്ന് പറയും. ഇതെല്ലാം പൊള്ളത്തരമാണ്. അപ്പോൾ ആ പോകുന്ന വ്യക്തി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളിനെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ രണ്ട് തല്ല് കൊടുത്ത് വിടുമ്പോൾ അദ്ദേഹം പറയും പാമ്പിനെയാണ് നോവിച്ചു വിട്ടാൽ ഞാൻ പോയിട്ട് ഒന്ന് തിരിച്ച് പറയും. അദ്ദേഹം പോയിട്ട് 5 പേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇവർക്ക് പണി കൊടുക്കും. ഈ അങ്ങോട്ട് അടി കൊടുത്ത് വിടുന്ന ആളിന് തിരിച്ച് വന്ന് പ്രതികാരം കിട്ടുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത്. അവർ ഉപമപ്പെടുത്തുന്നു. പക്ഷേ പാമ്പുകൾക്ക് കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല. പാമ്പുകൾ സെൻസ് ചെയ്യുന്നത് നാക്കുകൊണ്ട് മാത്രമാണ്. സെൻസിങ് ഓർഗനിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നത് നാക്കിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു പാമ്പ് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ നാവുമായിട്ട് ഉരുമിയിട്ടുള്ള വാവാ സുരേഷിനെ മാത്രമാണ്. അങ്ങനെ മാത്രമേ പാമ്പുകൾക്ക് തിരിച്ചറിയാം. എന്നെ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം. അത് ഒരുമാരപ്പെട്ടവരൊന്നും അങ്ങനെ നാവുമായിട്ട് സംഭവം ഉരുമിയാടോ മൂപ്പർക്ക് നാവില്ലാന്ന്. അതെ, പാമ്പ് പാല് കുടിക്കുന്നു പറയാം. പാമ്പ് അതൊരു കൺസെപ്റ്റാണ്. കാരണം ഇവയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പരിവേഷം കൊടുത്തപ്പോൾ അതൊന്ന് ഭൂമിയിൽ ജീവിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഈ പാമ്പ് എന്ന് പറയുന്ന സാധുവായ ഒരു ജീവിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് കാണാനായി ഇനിയിപ്പോൾ കുറച്ചുകളുടെ കഴിയുമ്പോൾ പാമ്പ് എന്ന് പറയുന്ന സാധു ജീവിയെ നമുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കാണണമെങ്കിലും വല്ല സൂല് പോകേണ്ടി വരും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറഞ്ഞ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പഠിക്കുന്ന ഒരു ജന്തു പാമ്പാണ്. അതെ, പാമ്പിനെ മുൻനിർത്തിയാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. പാമ്പിൻ്റെ കോപം, പിന്നെ ഈ പറഞ്ഞ പഴയ ഐതിഹ്യങ്ങൾ മുഴുവൻ ഈ പറഞ്ഞ പോലെ പാമ്പുകളാണ്. അതെ, ഈ പറഞ്ഞ നാഗമാണിക്യത്തിന് വേണ്ടി ഒരു യുദ്ധങ്ങൾ പോലും നടന്നു എന്ന് പറയുന്നു. അടുത്ത കാലത്ത് ഉണ്ടായി. 1.5 വർഷങ്ങൾക്ക് മുന്നേ എല്ലാം മീഡിയ റിപ്പോർട്ട് ചെയ്ത്. ഏറ്റവും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എരുമേലിക്കടുത്ത് അവിടെ ഒരാളിന് നാഗമാണിക്യം കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൻ്റെ മേളിൽ കഴുക്കോളിൻ്റെ ഇടയിൽ ഒരു LED ബൾബ് കത്തിച്ച് വെച്ചിട്ട് ബോംബെയിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് വാങ്ങിക്കാനേ ആൾക്കാരെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഇവർക്ക് ബോധ്യം വന്നു അത് നാഗമാണിക്യമാണെന്ന്. അങ്ങനെ 50 ലക്ഷം രൂപ ഇവർ അഡ്വാൻസ് കൊടുക്കുന്നു. 90 കോടി രൂപയ്ക്ക് 80 കോടി രൂപയ്ക്ക് മറ്റാണ് ഇത് ഡീൽ ഉറപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചീറ്റിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ തന്നെ 5 ലക്ഷം രൂപയും കൊടുത്ത് ഇദ്ദേഹത്തിന് ഗുണ്ടകളെ വെച്ച് പണി കൊടുക്കുന്നു. ഈ വാങ്ങിക്കാൻ വന്ന ആൾക്കാർ ഇത് തട്ടിപ്പാണെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ 50 ലക്ഷം പോയി. അവർ ഗുണ്ടകളെ വെച്ച് അപ്പോൾ നാഗമാണിക്യം സംഭവമേ ഇല്ല. നാഗമാണിക്യം എന്ന് പറയുന്നത് നമ്മൾ താളിയോല ഗ്രന്ഥത്തിൽ അടിവരയിട്ട് പറയുന്ന കാര്യം. നാഗമാണിക്യം എന്ന് പറയുന്നത് പാമ്പിൻ്റെ വനത്തിനെയാണ്. അതിന് അങ്ങനെ ഒരു പേര് നൽകാൻ തന്നെ കാരണം മനുഷ്യനുണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധമാണ് പാമ്പിൻ്റെ. ഏതൊക്കെ രോഗത്തിനുള്ള ഔഷധം? നമുക്ക് മെയിനായിട്ട് നിൽക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ക്യാൻസറിൻ്റെ വേദന സംഹാരി, വേദന ശമിപ്പിക്കുന്ന മരുന്ന് ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അത് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തിയത്. പാമ്പിൻ്റെ വെനത്തിൽ നിന്ന്. അത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഹാർട്ടിനകത്ത് രക്തം കട്ട പിടിച്ചാൽ അലിയിപ്പിക്കുന്ന മരുന്ന് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് തലയ്ക്ക് ക്ഷതമുണ്ടായ തലച്ചോറിനകത്ത് രക്തം കട്ടിപിടിച്ചാൽ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന മരുന്ന്, ഈ അലിയിപ്പിക്കാൻ പറ്റുന്ന മരുന്ന് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പാമ്പ് കടി ആൾക്കുന്ന ആളിന് കൊടുക്കുന്ന മരുന്ന് ആൻറ്റിവെനം അഥവാ മിക്സഡ് ആൻറ്റിവെനം അഥവാ പോളിവെനം എന്നറിയപ്പെടുന്ന മരുന്നും കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധത്തിൽ. സുരേഷ്, അതിപ്പോൾ നമ്മൾ സ്നേക്ക് പാർക്കുകൾ, റിസർച്ച് സെൻ്ററുകൾ ഇവിടെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഈ വിഷം കളക്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇത്രയും വലിയ രോഗികൾ, ഈ പറഞ്ഞ മസ്തിഷ്ക ആഘാതം, ഹാർട്ട് അറ്റാക്ക്, ഈ പറഞ്ഞ പോലെ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകയാണ്. അവരെയൊക്കെ ചികിത്സിക്കാനുള്ള വിഷം ഇവിടുന്ന് വരുന്നു ഉണ്ട്. ഈ സ്നേക്ക് പാർക്കുകളിലെല്ലാം 5000-ലേറെ പാമ്പുകൾ ഉള്ള സ്നേക്ക് പാർക്കുകളുണ്ട്. 250ഓളം കിങ്കോബറുകൾ കസ്റ്റഡിയിലുള്ള സ്നേക്ക് പാർക്കുകളുണ്ട്. അഗുംബയിലൊക്കെ 250-ലേറെ കിങ്കോബറുകളുണ്ട്. കാട്ടിൽ ജീവിക്കേണ്ട കിങ്കോബർ 250. അപ്പോൾ 6 മാസത്തിലൊരിക്കലും അവർക്ക് മിൽക്ക് ചെയ്യാൻ കഴിയും. അതിന് 6 മാസത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ പാമ്പുകളിൽ നിന്ന് വെനം മിൽക്ക് ചെയ്യുന്ന കിങ്കോബറുകളിൽ നിന്ന് മാത്രമാണ്. കാരണം അളവിൽ കൂടുതൽ കിട്ടുന്നു. എല്ലാ വിഷത്തിൻ്റെയും സ്വഭാവം വേറെ വേറെയല്ലേ? അല്ല, പാമ്പിൻ്റെ വെനം 2 രീതിയിലാണ് ശരീരത്തിൽ. ന്യൂറോടോക്സിക്കും ഹീമോടോക്സിനും ആണെങ്കിലും ന്യൂറോ എന്നാൽ രാജവൻപാലിൻ്റെയും മൂർഖൻ്റെയും ശംഖുവരേൻ്റെയും വെനമാണ്. ഹീമോ എന്നാൽ അണലിയുടെ മാത്രമാണ്. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വെനം ആരുടെയാണ്? ഏറ്റവും കാഠിന്യമുള്ളത് ശംഖുവരേൻ്റെതാണ്.
ശംഖുവരൻ ശംഖുവരൻ വളരെ ചെറിയ പാമ്പാണെങ്കിലും കടിയേറ്റാൽ നേരെ തലച്ചോറിലേക്ക് പോകുന്ന വെനം. ഏറ്റവും വിലയുള്ള വിഷവാരുടെയാണ്? ഏറ്റവും കൂടുതൽ അളവിൽ കൂടുതൽ കിട്ടുന്നത് കിങ്കോബ്ര. അല്ല, ഏറ്റവും മൂല്യമുള്ളത്? അല്ല, മൂല്യമുള്ളത് കിങ്കോബ്ര തന്നെ. അളവിൽ കൂടുതൽ കിങ്കോബ്രയ്ക്ക് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ നമുക്ക് കാണാൻ പോലും കഴിയില്ല. ശംഖുവരൻ്റെ ഒന്ന് കാണാൻ പോലും കഴിയില്ല. തുള്ളി പോലെ, നൂല് പോലെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പക്ഷെ അവൻ ഉഗ്രനാണ്. ഉഗ്രൻ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പക്ഷേ രണ്ട് പ്രത്യേകതയുണ്ട്. ന്യൂറോടോക്സിക് ആണെങ്കിലും നേരെ തലച്ചോറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നാഗകന്യക എന്നൊക്കെ പറയുന്ന ഏർപ്പാടിനെ കുറിച്ച് കേട്ടു. നാഗകന്യക എന്ന് പറഞ്ഞാൽ പെൺപാമ്പിനെ നാഗകന്യക. അതുകൊണ്ടെന്നുള്ള കാര്യം സുരേഷ് തെളിഞ്ഞു. ഉറപ്പാണ് അല്ലേ? അതെ. അതുകൊണ്ടാണല്ലോ സുരേഷിനോട് ചില കന്യകൾക്ക് ചില പ്രണയം ഉണ്ടാകുന്നത്. എന്നാണ് എനിക്കറിയില്ല. പാമ്പുകൾക്ക് ചില ഇഷ്ടം സുരേഷിനോട് ഉണ്ടാകാൻ കാരണം നാഗകന്യക എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ആയിരിക്കാം. അല്ലേ? അതെ, ആയിരിക്കാം. ഇത് ആണാണോ പെണ്ണാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുത്ത പാമ്പ് മൂർഖൻ ആണാണ്, മെയിലാണ്. അതെങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തത്? അതിന്റെ തല നല്ല വലിയ തലയായിരിക്കും. തലയുടെ കൗള് ഭാഷ. മൂർഖൻ പെണ്ണിന്റെ ആണെങ്കിൽ തല ചെറുതും കൗള്. ആ കുഞ്ഞിപ്പാമ്പിനെ ഒന്ന് എടുത്ത് നമുക്ക് നോക്കളെ. കുഞ്ഞിപ്പാമ്പായ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇത് മറ്റേ മൂർഖനാണോ? അതെ. ഓഹ്, നല്ല മധുരമുട്ടായി എടുക്കുന്ന പോലെയാണ്. കണ്ട ഇദ്ദേഹത്തിന്റെ ഇത് ഫീമെയിലാണ്, പെണ്ണാണ്. അതിന്റെ കാരണം തലയുടെ തുമ്പ്, ചുണ്ടിന്റെ അവിടെ നല്ല കൂർപ്പായിരിക്കും. ഫീമെയിൽ അങ്ങനെയാണ്. അതെ, എല്ലാ ചേരയായിരുന്നാലും നെർക്കൂലി ആയിരുന്നാലും മൂർഖനായിരുന്നാലും അണലിയായിരുന്നാലും എല്ലാത്തിനും ഒരേപോലെയാണ്. ചുണ്ട് കൂർത്തിരിക്കും, തല ചെറുതായിരിക്കും. തല ചെറുതും ചുണ്ട് കൂർത്തിരിക്കും. ചെറിയൊരു കൂർപ്പുണ്ടാവും. മനുഷ്യന്മാരുടെ അവസ്ഥ തന്നെ. നമ്മളെപ്പോലുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതെ. മറ്റേത് മെയിലാണെങ്കിൽ തലയുടെ മേളുവശം നല്ല വീർത്തിരിക്കും. എല്ലാം ഒരുപോലെ പരന്നിരിക്കും. ഈ വിഷത്തിന്റെ അളവ് ആർക്കാ കൂടുതൽ? വെനത്തിന്റെ അളവ് രണ്ടുപേർക്കും ഒരുപോലെ തന്നെ. പക്ഷെ സ്ത്രീക്കാരും കൂടുതൽ അല്ല. പിന്നെ സ്ത്രീക്ക് ചില സാഹചര്യങ്ങളിൽ പെൺപാമ്പുകൾക്ക് വെനം കൂടുതലാണ്. കാരണം ഇവര് എണ ചേർന്ന് കഴിഞ്ഞാൽ മുട്ട വിരിയാറാവുന്നവരെ ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ വെനം ഇരിക്കുന്ന വെനം അതുപോലെ ഇരിക്കുന്നു. ദഹിപ്പിക്കേണ്ട കാര്യമില്ല. ഇല്ല. അപ്പോൾ അതേ ക്വാണ്ടിറ്റിയിൽ ഇരിക്കണം. ആ സമയത്ത് കടിയേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് മുട്ടയിടുന്ന സമയങ്ങളിൽ പാമ്പുകൾക്ക് ശൗര്യം കൂടുതലെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത്. ശൗര്യമൊന്നുമില്ല, പക്ഷെ ടയേർഡായിരിക്കുമ്പോൾ മൂവ് ചെയ്ത് പോകത്തില്ല, അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ അറിയാതെ ചെന്ന് ചവിട്ടുകയോ അല്ലെങ്കിൽ അടുത്ത് കാര്യം. എത്ര മുട്ടയിടും? ഇപ്പോൾ നമ്മുടെ നെടുമങ്ങാടിനപ്പുറം അപ്പുറത്തൊരു വീട്ടിലൊരു പാമ്പിനെ കണ്ടു. അപ്പോൾ ഞാൻ ചെന്ന് ആ പൊനം പൊളിച്ച് നോക്കിയപ്പോൾ 16 മുട്ടയും ഫീമെയിൽ പാമ്പിനെയും കിട്ടി. ഏത് പാമ്പായിരുന്നു? മൂർഖൻ തന്നെയായിരുന്നു. മൂർഖന് 16 മുട്ട? അല്ല, 16 കുറവാണ്. ഇപ്പൊ എൻ്റെ കഴിഞ്ഞ ആവറേജ് വരും ഒരു മൂർഖന്? ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ കാട്ടിൽ വിടാനായി കൊണ്ടുവച്ചിരുന്ന ഒരു മൂർഖൻ പാമ്പിൽ 65 മുട്ടകളാണ്. സാധാരണ നമ്മൾ നെറ്റൊക്കെ ശ്രദ്ധിച്ചാൽ പാമ്പുകൾ 30 മുട്ട ഇടുള്ളെന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഒരു പാമ്പ് ഒരു കൂട്ടിൽ കിടന്ന് ഒറ്റക്കിട്ട മുട്ട 65 മുട്ട. എത്ര കാലമാണ് പിന്നെ 60 ദിവസം കൊണ്ട് മുട്ട വിരിയാനായി. അപ്പോൾ ഈ വർഷം മുട്ടയിടുന്ന മൂർഖൻ പാമ്പ് അടുത്ത വർഷം മാറ്റ് ആവണമെന്നോ മുട്ടയിടണമെന്നോ ഇല്ല. കാരണം പാമ്പ് നല്ല ടയേർഡായിരിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ പാമ്പ് ഈ എല്ലാ വർഷവും മുട്ടയിടണമെന്നില്ല. ചില നല്ല ആരോഗ്യമുള്ള പാമ്പുകൾ മാത്രമേ എല്ലാ വർഷവും മാറ്റിംഗ് ഉണ്ടാവും. ചില പെൺപാമ്പുകൾ മാറ്റിംഗ് കഴിഞ്ഞാൽ മുട്ട വിരിയുന്നത് വരെ, അതായത് 60-120 ദിവസം ഭക്ഷണം കഴിക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഒന്നുകിൽ കുഞ്ഞ് വിരിഞ്ഞ് പോണ വഴിക്ക് എവിടെയെങ്കിലും പോയി മരിക്കാം, അതിന് വെള്ളം പോലും കുടിക്കാൻ പോകത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, ഈ ഇണ ചേരുന്ന കാര്യത്തിൽ പാമ്പുകൾ മടിയന്മാരാണോ? ഇണ ചേരുന്ന കാര്യത്തിൽ പാമ്പ് സാധാരണ നമ്മളൊക്കെ കേൾക്കുന്നത് ചേരയും പാമ്പുമാണ് ഇണ ചേരുന്നത്. ഭൂമിയിൽ ഒരിക്കലും ചേരയും പാമ്പും ഇണ ചേരാൻ പോകുന്നില്ല. ചേരയും മൂർഖനും ഇണ ചേരാൻ പോകുന്നില്ല. കാരണം രണ്ടും 2 സ്പീഷീസാണ്, വെനമസും നോൺ വെനമസും. ചേരയും പാമ്പും ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഒരു മുട്ടയിൽ നിന്ന് ഒരു ചേര മുട്ടയിട്ടാൽ ആ കുഞ്ഞ് വിരിയുമ്പോൾ പകുതി മൂർഖനും പകുതി ചേരയുമായിരിക്കും. പകുതി മൂർഖനും പകുതി ചേരയുമായിരിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല പിന്നെ സുരേഷ്, ഈ പഞ്ചാബി മറ്റേ മലയാളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചേരയും ഒരു മൂർഖനും തമ്മിൽ അങ്ങനെയാണ് ഇല്ല. കാരണം നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടും 2 സ്പീഷീസാണ്, വെനമസും നോൺ വെനമസും. അതൊരിക്കലും ഇണചേരാൻ പോകുന്നില്ല. ചേരയ്ക്ക് ചേരതിന്. പക്ഷേ വിഷമുള്ള 2 ഇനത്തിലുള്ള പാമ്പുകൾ തമ്മിൽ ചേരുവോ? അതാണ്, ചേരയ്ക്ക് ചേരയാണ്. അതല്ല, ചേരയ്ക്ക് ചേരയാണ് ചേരുന്നത്, മൂർഖനാണ് ചേരുന്നത്. പക്ഷെ മൂർഖനും അണലി ഒരിക്കലും ചേരത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. മൂർഖനും അതേ ദിനം പാമ്പുകളായിട്ട് മാത്രമേ ഇണ ചേരാറുള്ളൂ. പിന്നെ മൂർഖന് വേറൊരു പ്രത്യേകത, മൂർഖൻ അണലിയെ കൊന്ന് തിന്നുന്നു, മൂർഖൻ ചേരയെ കൊന്ന് തിന്നുന്നു, മൂർഖൻ്റെ ഇണയെ തന്നെ കൊന്ന് തിന്നുന്നു. അങ്ങനെ പാമ്പുകൾ ആ ഇനത്തിലെ പാമ്പുകൾ തിന്നും. ചേരയെ കഴിക്കും. പക്ഷെ അണലിയെ കഴിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പ്, ഒരു പെൺപാമ്പ്, മൂർഖൻ്റെ പെൺപാമ്പ്, ഇപ്പം ഈ കണ്ട ഇത് പെണ്ണല്ലേ? അതെ, പെണ്ണ്. ചുണ്ട് കൂർത്തുന്നാ പറയാം. അതെ.
ഈ പെണ്ണ് എങ്ങനെയാണ് ആ പെണ്ണിനെ ഇണയെ കണ്ടെത്തുന്നത്? അത് ഇണയ്ക്കൊരു ശാശ്വതമായ ഭാവമുണ്ടോ? അല്ല, ഈ പീരീഡ് ഭൂമിയിൽ എല്ലാ ജീവികൾക്കും ഈ മാറ്റിംഗ് ടൈം ആകുമ്പോൾ ഒരു ഗന്ധം ഉണ്ടാവും. അത് ഈ ഫീമെയിൽ പാമ്പിനുണ്ട്. അത് ആൺപാമ്പ് വളരെ ദൂരെ നിന്ന് ആകർഷിക്കും. അത് തേടി എത്തുകയാണ് ചെയ്യുന്നത്. അത് ഇണ ചേർന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ആൺപാമ്പിനെ ആരും തല്ലി കൊന്നാലും ഫീമെയിൽ മാത്രം മതി മുട്ട പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, തള്ള അതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ മുറുക്കൻ പാമ്പ് ഒരു ഫീമെയിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഈ മുട്ട വിരിയാനായിട്ട് തള്ളയുടെ ആവശ്യമില്ല. തള്ള പോയാലും മുട്ട വിരിയുന്നു. അതെങ്ങനെയാണ്? താനേ വിരിയുന്നു. അത് ഉരക ജീവികൾക്കെല്ലാം ഇപ്പൊ അതിനൊരു ചൂടിന്റെ ആവശ്യമില്ല. ഇല്ല. രണ്ട് ഈ പിന്നെ താൻ ഇണചേർന്ന പെൺപാമ്പാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പാമ്പ് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ? ഇല്ല. ചില സാഹചര്യങ്ങളിൽ ആ മാളം വിട്ട് ആൺപാമ്പുകൾ ആൺപെണ്ണും പെരിയാറില്ല. ചില സാഹചര്യങ്ങളിൽ അത് വിട്ടുപോകുന്നു. ശരി. അതെ, നമ്മുടെ ഇടയിൽ കാണുന്ന പോലെയൊക്കെ തന്നെ. അതൊക്കെ തന്നെ മറ്റ് ഒരു പ്രത്യേകതയാണ്. മനുഷ്യന്മാരുടെ എല്ലാ സ്വഭാവങ്ങൾക്കുണ്ട്. ചില ആൾക്കാർ വിട്ടുപോകും, ചില ആൾക്കാർ വിട്ടുപോകും. ഈ പാമ്പിന്റെ മുട്ട വിഷമാണോ? പാമ്പിന്റെ മുട്ട വെനമല്ല. വെനമാണ്? അല്ല. അല്ല അല്ല. ഇപ്പം ഒരു മനുഷ്യനൊരു പാമ്പിന്റെ മുട്ടയെടുത്ത് കഴിച്ചാൽ ഒരു കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാൻ പാടില്ല. പക്ഷേ ഈ കാടമുട്ടയൊക്കെ തിന്നുപോലെ തിന്നാൻ പറ്റുമോ? കഴിക്കാൻ പറ്റും. സുരേഷ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഇല്ല. എന്നാലും ഈ വിഷത്തിന്റെ രുചി അറിഞ്ഞ സുരേഷിന് മുട്ടയുടെ രുചി അറിയില്ല. മുട്ട ഒരു ജീവനാണ്. മുട്ടയിൽ നിന്നൊരു ജീവൻ പുറത്തേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനെ കഴിക്കും. ഞാൻ മുട്ട ഇറച്ചിയൊന്നും കഴിക്കുന്ന ആളല്ല. കഴിച്ചിരുന്നു നേരത്തെ. വെജിറ്റേറിയൻ? അതെ, പ്യൂർ വെജിറ്റേറിയൻ. ഞാൻ പാൽ ചാവലും കുടിക്കത്തില്ല. അതെ. ഈ ചില പ്രദേശങ്ങളിലൊക്കെ ഈ പാമ്പിനെ കൊന്നു കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ചൈനക്കാരെ കുറിച്ചല്ല, ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ ഹൈറേഞ്ച് ഭാഗത്തൊക്കെ നല്ല പാമ്പിനെ കിട്ടിയാൽ തിരുവനന്തപുരത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പാലോട് പെരുമ്പാമ്പിനെ കൊന്നു ഇറച്ചിക്ക് വേണ്ടി. അതല്ലാതെ ഈ വിഷപ്പാമ്പിനെ പോലും തിന്നുന്ന ആൾക്കാരുണ്ട്. വിഷപ്പാമ്പിന്റെ ഞാൻ പറഞ്ഞു സാറിനടുത്ത്, അതിന്റെ ഗ്ലാൻഡ് വെനം ഇരിക്കുന്നത് ഇവിടെയാണ്. ആ കണ്ണിന്റെ പുറകിൽ കവിള് വീർത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് വെനമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ ചൈനയിലെ പോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഈ സാധുജീവിയുടെ തല കട്ട് ചെയ്തിട്ട് പുറകിലേക്കുള്ള ഭാഗം ഭക്ഷണത്തിനായി യോഗ്യമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കോൾഡ് ബ്ലഡാണ്. മനുഷ്യനൊരിക്കലും ഭക്ഷണ യോഗ്യമായ സാധനമേ അല്ല. എന്താണ്? അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം വേറെയാണ്. ഇദ്ദേഹത്തിന്റെ ഈ സ്ഥിരം നമ്മൾ ഭക്ഷണം ഈ പാമ്പിനെ കറി വെച്ച് കഴിക്കുന്ന ആൾക്കാരുടെ സ്കിന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അറിയാൻ പറ്റും. സ്കിന്ന് വരണ്ടിരിക്കും. മുഴുവനല്ല, എല്ലാവരും അതിനെ കഴിക്കുന്നില്ല. സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ, നിത്യേന ഇതിനെ ഭക്ഷണമാക്കുന്ന ആൾക്കാർ, ഒരു 10 പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ സ്കിന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഡ്രൈ സ്കിന്നായിരിക്കും, വരണ്ട സ്കിന്നായിരിക്കും. അത് ഈ കോൾഡ് തണുത്ത രക്തമാണ് ഇവയുടെ ശരീരത്തിൽ, മറ്റു ജീവികളെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാമ്പിന്റെ ഇറച്ചി യഥാർത്ഥത്തിൽ മനുഷ്യന് ആവശ്യമില്ല എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തൊരു സാധനമാണ്. എല്ലാത്തിനും കൊന്ന് തിന്നാം എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. എന്തിനേയും നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ചിന്താഗതിയാണ്. ഈ പെരുമ്പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ രുചിയോടെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ പെരുമ്പാമ്പിനെ കൊന്ന് ഭക്ഷിക്കുന്ന ആൾക്കാരൊന്നും നോർമലായിട്ടിരിക്കുന്ന ആൾക്കാരല്ല. ഒന്നെങ്കിലും മദ്യത്തോടൊപ്പം കഴിക്കുന്നു. വളരെ കുറച്ച്, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബോധത്തോടു കൂടി ഇതിനെ കഴിക്കുന്നുള്ളൂ. ഈ പാമ്പിന്റെ നെയ്യ് എന്നൊക്കെ പറഞ്ഞ ഒരു സിദ്ധൌഷധമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ശുദ്ധമായ മണ്ടത്തരം. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കെട്ടിക്കുന്ന ഒരു പെരുമ്പാമ്പിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കെട്ടിയിട്ടിട്ട് വയറ് കീറിയിട്ട് നെയ്യ് എടുത്തതിന് ശേഷം നമ്മൾ ആ കീറിയ ഭാഗത്തെ കുത്തിക്കെട്ടി സ്റ്റിച്ച് ഇട്ടിട്ട് കൊണ്ട് കാട്ടിലെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ അരുവിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ഇഴഞ്ഞങ്ങ് പോയിട്ട് അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ അത് തിരിച്ചു വരും. എന്നിട്ട് അവിടെ ഒന്ന് കിടക്കും, നെയ്യ് എടുത്താലേ പോകുള്ളതാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം പെരുമ്പാമ്പിൻ്റെ വയറ് കീറിയ നെയ്യ് കാണാൻ കഴിയില്ല. എല്ലാ പാമ്പുകൾക്കും നെയ്യുണ്ട്. പക്ഷേ ആ സാധു ജീവിയുടെ ജീവനെ നമ്മൾ അപഹരിച്ചതിന് ശേഷം അതിനെ എണ്ണയില്ലാതെ ചട്ടിയിൽ ചൂടാകുമ്പോഴാണ് നെയ്യ് ഉരുവി ഇറങ്ങുന്നത്. സുരേഷ് ഒരു സാങ്കേതിക ശാസ്ത്രീയ അറിവുള്ള ഒരു പാമ്പ് പിടുത്തക്കാരനായിരുന്നില്ല. പക്ഷേ പാമ്പുമായിട്ട് സംവദിച്ചു തുടങ്ങിയ ശേഷം സുരേഷ് ശാസ്ത്രീയ ജ്ഞാനം നന്നായിട്ട് അങ്ങനെയാണ്. വരട്ടെ. നമസ്കാരം ബ്രിട്ടാസ്. കൂടെ ഇരിക്കുന്ന സുരേഷ് ഞങ്ങളുടെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും IC യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് എങ്ങനെയാണ് ഇയാൾ ഇത് കുഴപ്പമാണെന്നും ഇപ്പം തന്നെ ഉടനെ ആശുപത്രിയിൽ പോകണമെന്നും മനസ്സിലാക്കുന്നത്. ഏതായാലും പുള്ളി വരുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു കടിയായിരിക്കും. അതിന് മാക്സിമം രീതിയിലുള്ള ആൻറ്റിസ്നേക്കിനും കൊടുക്കേണ്ടിയും വരാറുണ്ട്. ഡോക്ടർമാരെക്കാളും ജ്ഞാനം ഇപ്പോൾ സുരേഷ് ആർജിച്ചോ വിഷത്തിൻ്റെ കാര്യം? സാർ, ഞാൻ പറയുന്നത് ഞാൻ മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല അല്ല, പക്ഷേ ഇവരൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞ് വിഷം നന്നായി ശരീരത്തിൽ കയറിയെന്ന് അറിഞ്ഞാൽ
സാധാരണഗതിയിൽ ഒരാൾക്ക് പാമ്പിനെ കാണുമ്പം പേടിക്കും. അതെ. പാമ്പ് കടിച്ചാൽ പിന്നെ വിഭ്രാന്തിയായി, പേടിയായി. സുരേഷ് പാമ്പ് കടിച്ചു കഴിയുമ്പോൾ പ്രശ്നമില്ല, ഒന്ന് രുചിച്ചു നോക്കും. അതെ. ആ രുചിയിൽ നിന്ന് സുരേഷിന് മനസ്സിലാവും പാമ്പ് എത്രത്തോളം വിഷം കയറി അതെ. അല്ലേ? അതെ. അപ്പോൾ ഒരു പേടിയും സുരേഷിനില്ല ഇതുവരെ തോന്നിയിട്ടില്ല, ഇന്ന് വരെ. ആശുപത്രിയിലേക്ക് പോകുന്നു, ICUയിലേക്ക് മാറ്റുന്നു, അതിനിടയിലൊരു സമയമുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ ചില ആൾക്കാർ അവസാന നോട്ടത്തിനായി സുരേഷിൻ്റെ അടുത്തേക്ക് വരുന്നു, ഒരു നോട്ടം നോക്കട്ടെ എന്ന്. ആ സമയത്ത് സുരേഷിന് പേടിയില്ല. ഒരിക്കലും ഞാൻ ചിരിച്ചുകൊണ്ട് സാറിനോട് ചോദിച്ചു, ഞാൻ ചിരിച്ചുകൊണ്ടേ കിടന്നിട്ടുള്ളൂ, ചിരിച്ചുകൊണ്ടേ അതിനകത്ത് പോയിട്ടുള്ളൂ, ചിരിച്ചുകൊണ്ടേ കിടന്നിട്ടുള്ളൂ. വല്ലാത്തൊരു പഹയനാട്ട ഇയാൾ ശരിക്കും പറഞ്ഞാൽ. ഒരുപക്ഷെ ഈ പാമ്പുകൾ സുരേഷിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരാനുള്ള കാരണം യഥാർത്ഥത്തിൽ സുരേഷിന് ഈ പാമ്പുകളോടുള്ള സ്നേഹത്തെക്കാൾ മരണത്തോടുള്ള നിർഭയമായൊരവസ്ഥയായിരിക്കാം. അതല്ലെങ്കിൽ ഈ പാമ്പുകളുടെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറഞ്ഞാൽ പാമ്പിനെ കാണുമ്പോൾ തന്നെ ഒരു കാര്യമില്ലാതെ പേടിക്കുന്ന സമൂഹമാണ് നമ്മൾ. അതെ, പേടിയില്ലാതെ. അത് നമ്മുടെ കാരണം കൊണ്ട് സാർ, നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പല നമ്മളെ എല്ലാ ഗ്രന്ഥങ്ങളിലും, ഇപ്പോൾ ഖുറാനായിരുന്നാലും ബൈബിളായിരുന്നാലും മഹാഭാരതമായിരുന്നാലും ഇവയിലൊക്കെ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് പാമ്പുകൾ. പക്ഷേ വേറൊരു കാര്യമുണ്ട് സുരേഷ്, ഈ പാമ്പിന് വേറെ ചില തലം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സാംസ്കാരിക സാഹിത്യ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സെക്സിൻ്റെ ചിഹ്നമാണ് പാമ്പ്, അല്ലേ? അതെ. ലൈംഗികതയുടെ. അതെ. എന്താ സുരേഷിൻ്റെ അഭിപ്രായം? അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വെച്ചാൽ ഭൂമിയിൽ ഈ സെക്സ് പരമായിട്ട് ചിന്തിക്കുന്നത് കൂടുതലും പാമ്പുകളാണെന്നോ അല്ലെങ്കിൽ മറ്റ് ആനിമൽസ് ആണെന്നോ എനിക്ക് പറയാൻ കഴിയില്ല. അത് നമ്മളിപ്പോൾ കുറേ കാലങ്ങൾക്കുള്ള പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും സെക്സിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് മറ്റ് ജീവികളല്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അറിവുണ്ടെന്ന്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ടെന്ന്, ഏറ്റവും വലിയ തലച്ചോറ്. എന്തായാലും ഈ നമ്മുടെ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ പാമ്പുകൾ ബലാത്സംഗമൊന്നും ചെയ്യാറില്ല, ഒരിക്കലുമില്ല. കാരണം വെച്ചാൽ, അല്ല സത്യം സാർ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ സാറിനോട് പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഓരോന്ന് വായിക്കുന്നത്. അല്ല, പാമ്പുകൾ ബലാത്കാരത്തിലൂടെ മറ്റേ ഇണയെ കീഴ്പ്പെടുത്താറില്ലേ? അങ്ങനെ ഒരിക്കലും. കാരണം വെച്ചാൽ അത് ഒരു സുരേഷ് കൃത്യമായി നോക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 500-ലേറെ മാറ്റിംഗ് പാമ്പുകളെ പിടിച്ചു. 500-ലേറെ ഇണചേരൽ നോക്കി പിടിച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞതിന് ശേഷം പാമ്പുകളെ മാറ്റിംഗ് നടക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പിടിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അത് അങ്ങനെ പിടിക്കും, മാറ്റിംഗ് നടക്കുന്ന ഇണചേരൽ എന്നുള്ള നീണ്ട പ്രക്രിയയാണോ? അതെ, ഏകദേശം 2 മണിക്കൂറോളം എടുക്കാറുണ്ട്, 2-2.5 മണിക്കൂറോളം എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഫീമെയിലിനോ മെയിലിനോ, ഇപ്പോൾ മെയിലിനാണെങ്കിൽ ബോട്ടത്തിന് ക്ഷതം വന്നാൽ അത് മരിച്ചു പോകുന്നു. ഈ ബോട്ടം ഫീമെയിലിൻ്റെ അകത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ക്ഷതം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫീമെയിലിന് മരണം സംഭവിക്കുന്നു, 2 പേർക്ക് മരണം സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ മാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ. അപ്പോൾ ഈ 2 മണിക്കൂറും സുരേഷ് ഇവരുടെ മേറ്റിങ്ങിൻ്റെ നോക്കിയിരിക്കും? ഇല്ല, ഞാൻ ഇവരുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുന്ന കാണികളടുത്ത് കഥയൊക്കെ പറഞ്ഞ് എനിക്കറിയാം ഇത്ര സമയം എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവരെ നോക്കിയാൽ മതി. ഒരുപക്ഷെ ഇണ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞ വലിയൊരു പാതകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ വിശ്വസിക്കുന്നു. ഭൂമിയിൽ ഒരു ജീവിയുടെയും ഇണചേരലിൽ അത് ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ അതിനെ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പല മൃഗങ്ങളും ബലാത്കാരമായിട്ട് ഇണയെ കീഴ്പ്പെടുത്താറുണ്ട്, പാമ്പുകൾ അങ്ങനെ ചെയ്യാറില്ലേ? ഒരിക്കലും ഇല്ല എന്നുള്ള. കാരണം മാറ്റിംഗ് സമയത്ത് 2 പേരും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവ ഇണയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പെൺപാമ്പ് ആണിനെ കടിക്കാം, ആൺപാമ്പ് പെണ്ണിനെ കടിക്കാം. അതുമാത്രമല്ല, പരമമായൊരു സത്യം, ഈ ഫീമെയിൽ ഭൂമിയിൽ ഒരു പ്രാവശ്യം മാത്രമേ ആൺപാമ്പിനെ ഇണചേരാൻ സമ്മതിക്കൂ. പക്ഷേ ഇപ്പോൾ ഇണചേർന്ന ആൺപാമ്പിന് നാളെ അപ്പുറത്ത് പോയി വേറെ ഫീമെയിലുമായിട്ട് മാറ്റിംഗ് ചെയ്യാം. പക്ഷേ ഈ ഒരു പ്രാവശ്യം മാറ്റിംഗ് കഴിഞ്ഞ ഫീമെയിൽ വേറൊരു മെയിലിനെ മാറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ജീവിതത്തിൽ ഒരിക്കലും. അല്ല, ആ ഒരു പീരീഡിൽ, ആ ഒരു വർഷം. അതെ, അതായത് മുട്ടയിട്ട് ആ കാലയളവിൽ ഇപ്പോൾ ഒരു പാമ്പ്, ഇപ്പോൾ ഒരു ആൺപാമ്പിന് ഈ ഒരു ഫീമെയിലിനെ മാറ്റിംഗ് കഴിഞ്ഞു, അടുത്ത 2 ദിവസം കഴിഞ്ഞ് വേറൊരു ഫീമെയിലിനെ മാറ്റ് ചെയ്യാം. പക്ഷേ ഈ ഇന്നലെ മാറ്റിംഗ് കഴിഞ്ഞ ഫീമെയിൽ ഒരിക്കലും വേറൊരു ആൺപാമ്പിനെ മാറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല. എത്ര കാലത്തേക്ക്? അടുത്ത 2-3 വർഷം കഴിയുന്നത് വരെ. 3 വർഷത്തോളം. ഓ, ഈ പെൺപാമ്പിന്റെ കാര്യം വലിയ മോശമാണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് മറ്റുള്ളവർ പറയുന്നത് കുറേ കഥകളാണ്. ഇത് പാമ്പിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഒരു ബുക്കും വായിച്ചിട്ടില്ല, ഇന്ന് വരെ പാമ്പിനെ കുറിച്ച് ഒരു ബുക്കും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇവയിൽ നിന്ന് എനിക്ക് ലൈവായി അനുഭവിക്കാൻ, കാണാൻ കഴിഞ്ഞ കാര്യങ്ങൾ. പക്ഷേ സുരേഷ്, ഇതൊക്കെ ഇപ്പോൾ സുരേഷ് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു. ഉദാഹരണം പറഞ്ഞാൽ നാളെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒരു പക്ഷേ ഗൂഗിളിലോ മറ്റേലൊക്കെ പോയിട്ട് ഒരു ഇണചേരുന്ന പെൺപാമ്പ് പിന്നീട് ഇണചേരാൻ വേണ്ടി 2 വർഷം എടുക്കും, 3 വർഷം എടുക്കുമോ എന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഔട്ടാവൂലേ? ഇല്ല, അവർ വിളിക്കണം, സംശയം എൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്ക് പറയാൻ കഴിയും. കാരണം ഗൂഗിളിൽ ഇപ്പോൾ ആർക്കും എന്തും ചെയ്യാം, എല്ലാം കാട്ടണം. പാമ്പ് മുറുക്കൻ പാമ്പ് 30 മുട്ടകളെ ഇടുള്ളൂ നെറ്റിൽ കിടപ്പുണ്ട്. ഇപ്പോൾ 65 മുട്ട എൻ്റെ വീട്ടിലിട്ടു.
അല്ല 35 ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ ഈ കഴിഞ്ഞ കുളത്തൂപ്പുഴയിൽ ഒരു പള്ളിയുടെ എത്തിങ്ഹാനയുടെ അടുത്ത് നിന്ന് ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ആ മാളം പൊട്ടിച്ച സമയത്ത് 38 മൂർഖൻ്റെ കുഞ്ഞുങ്ങളെയും 2 വിരിയാറായ മുട്ടകളെയും എടുത്തു. ഒരേ പാമ്പിൻ്റെ മുട്ട, തള്ളപ്പാമ്പിനെ അതിൽ നിന്ന് പിടികൂടി. അപ്പോൾ 40ഓളം പാമ്പുകൾ അവിടെ ഇട്ടു. ഇതിനു മുന്നേ നമ്മൾ നെറ്റിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ കഴിയും അണലി 30 കുഞ്ഞുങ്ങളെ പ്രസവിക്കുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മുടെ ബാംഗ്ലൂർ സ്നേക്ക് പാർക്കിൽ 40-ലേറെ കുഞ്ഞുങ്ങളെ ഒരു അണലി പ്രസവിച്ചു. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇത്രയും ഉണ്ടാവും. സുരേഷ്, ഈ പറഞ്ഞ മുട്ട വിരിയുന്നു, സുരേഷ് പറഞ്ഞ പോയിന്റ്, ഇണ ചേർന്ന ശേഷം പിന്നീട് ഈ പാമ്പ് മുട്ടയിടുന്നു. അതെ. ആ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് 60 ദിവസം എടുക്കും. 60 ദിവസം എടുക്കുന്നു. പെൺപാമ്പിന്റെ സാന്നിധ്യം വേണ്ടതില്ല. അതെ. ഈ ഒരുപക്ഷെ ചില പെൺപാമ്പുകൾ അവിടെ തന്നെ നിൽക്കും. അവിടെ ഇരിക്കും. ഇത് കാവലാണ്. മറ്റ് ജീവികൾ നശിപ്പിക്കാതെ. ഇപ്പൊ കിങ്കോബര മുട്ടയിടുന്നു. പക്ഷേ ചില പാമ്പുകൾ, ചില ആൾക്കാർ മുട്ടയിട്ടിരുന്നെങ്കിൽ പോയി കളയും. അല്ല, തല്ലിക്കൊല്ലും. പുറത്ത് കിട്ടിയ തല്ലിക്കൊല്ലുന്നു. ചിലർ മാളത്തിൽ മുട്ടയിട്ടത് അറിയാതെ പാമ്പ് പുറത്തൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ ആൾക്കാർ തല്ലിക്കൊല്ലുന്നു. പക്ഷേ ഈ മുട്ട അതിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് കുഞ്ഞുങ്ങൾ വരുന്നു. ഇതവരറിയുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പാമ്പുകൾ മുട്ടയിട്ട ശേഷം അവിടെ നിന്ന് പോകാറുണ്ടോ? കഴിഞ്ഞു പോകാറുണ്ട്. ഇപ്പോൾ ഞാനത് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു മുട്ടയിടാറായ ഒരു പാമ്പിനെ, ബാറ്റിംഗ് കഴിഞ്ഞ പാമ്പിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് തന്നെ പുറത്തേക്ക് വിടാറില്ല. കാരണം ഈ നമ്മൾ പിടിച്ചിട്ട് പിന്നെ പുറത്തേക്ക് വിടുമ്പോൾ ഈ പാമ്പ് മുട്ടയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും മുട്ടയിടും. മാളത്തിൽ മുട്ടയിടണമെന്നില്ല. ഏതെങ്കിലും ചപ്പിനിയുടെ മുട്ട. ചില സമയത്ത് പാമ്പ് കാവൽ നിൽക്കുന്നു പറയും. അതെ. കുഞ്ഞ് വരുന്നു. അതെ. കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞിനൊരു പ്രാഥമിക സംരക്ഷണം ഈ പാമ്പ് ഒരുക്കാറുണ്ടോ? ഉണ്ട്. ഒരിക്കലും ഒരുക്കത്തില്ല. ഇല്ല. മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ 4 വഴിക്ക് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ചെതറിപ്പോവും. 4 വഴിക്ക് ചെതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ സഹോദര സ്നേഹം ഒരു ബന്ധമില്ല. ഇപ്പോൾ മുട്ടയുടെ അകത്തുനിന്ന് കുഞ്ഞുങ്ങൾ അനക്കം വയ്ക്കുമ്പോൾ തള്ളപ്പാമ്പ് ആൺപാമ്പിനെ വിരട്ടി വിടുന്ന സംഭവം എനിക്ക് ലൈവായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വിശന്നിരിക്കുന്ന പാമ്പ് കുഞ്ഞിനെ ഭക്ഷിക്കാം. അതുകൊണ്ട് പെൺപാമ്പ് ഓടിച്ചുവിടും. അത് കഴിഞ്ഞ് മുട്ട വിരിയുന്നതിൻ്റെ തലേ ദിവസം ചില തള്ളപ്പാമ്പുകൾ മാളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഭക്ഷണം തേടി പോകുന്നു. ചില പാമ്പുകൾ മാത്രമേ മാറി വേറൊരു, ചില പൂച്ച ഉദാഹരണം പറഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പൂച്ചക്കുഞ്ഞിനെ തിന്നുമെന്ന് പറയുന്ന പോലെ, അതുപോലെ പാമ്പുകളിലും അങ്ങനെ ഒത്തിരി സംഭവിക്കുന്നുണ്ട്, ഒട്ടനവധി സംഭവിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും അവിടെ ഒരു മാതൃത്വം ഉണ്ടല്ലേ? ഉണ്ടാവും. ഒരു മാതൃസ്നേഹം ഉണ്ടാവും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയും. അതുകൊണ്ടാണ് ഒരുപക്ഷെ കുഞ്ഞിനെ ആൺപാമ്പ് തിന്നേക്കുമെന്ന് പേടിച്ചിട്ടാണ് ആൺപാമ്പിനെ പായിച്ചു വിടുന്നത്. പെൺപാമ്പും തന്റെ ദൗർബല്യത്തിൽ വേണമെങ്കിൽ ദുർബല നിമിഷത്തിൽ തിന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ പുറത്തു പോയിട്ട് ഇര തേടിക്കൊണ്ടുവരുന്നത്. ഭക്ഷണം വിശന്ന് ഈ കുഞ്ഞു പാമ്പുകൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. അവർ ഹണ്ട് ചെയ്ത് സ്വന്തമായിട്ട് ഹണ്ട് ചെയ്യും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും ഒരു വിഷം വരാൻ വേണ്ടിയിട്ട്? ജനിക്കുമ്പോഴേ ഗ്ലാൻഡ് ഉണ്ടാവും, പല്ലും ഉണ്ടാവും, ജനിച്ച് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോഴേ. പക്ഷെ ആദ്യത്തെ 1-2 മണിക്കൂറൊക്കെ ആ കടി ഏറ്റാലൊന്നും നമുക്കൊന്നും ഉണ്ടാകത്തില്ല. നല്ല പെയിൻ ആയിരിക്കും. വളരെ ഫ്രഷ് ആയിട്ടുള്ള വേനമാണ്. ഉണ്ടായ കുഞ്ഞ് കടിച്ചാലും നല്ല വേദനയാണ്, നല്ല പെയിൻ. എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. 130-ലേറെ കടികൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ കൊച്ചു മൂർഖൻ്റെയും കുഞ്ഞണലിയുടെയൊക്കെയാണ്. ജനിച്ചാൽ ഉടനെ. നമ്മുടെയൊക്കെ നാട്ടിലൊരു ജീവി ഉണ്ടായി കഴിഞ്ഞാൽ പല്ല് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഇത് പാമ്പുകൾക്ക് അതുമാത്രമല്ല, നമ്മുടെ മറ്റ് കണ്ണും തുറന്ന് ജീവിക്കുന്ന നമ്മളെ ഗിനിപ്പിക്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ കണ്ണ് തുറന്നാണ് പുറത്തേക്ക് പ്രസവിക്കുന്നത്. അത് വീണാൽ ഉടനെ അത് ഭക്ഷണം കഴിക്കും, വീണാൽ ഉടനെ പച്ചിലായിരിക്കും. അതുപോലെയാണ് പാമ്പുകൾ. ജനിക്കുമ്പോഴേ പല്ലുണ്ട്, അകത്തുണ്ട്. അത് പക്ഷെ ഒരു നല്ല ആക്റ്റീവ് ആണെങ്കിൽ 15 ദിവസമെങ്കിലും എടുക്കണം വിഷം. അതെ, വേണം. നല്ല അവന് ഹണ്ട് ചെയ്യാനുള്ളത്. അതുപോലെ അതുവരെ ഇവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു തവളയെ കാണുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്നു, ആ തവളയെ കിട്ടാന്ന് വേറൊന്നിൻ്റെ പിറകെ പോകുന്നു. ഒത്തിരി സഞ്ചരിക്കുന്നു, ഭക്ഷണം തേടി ഒത്തിരി സഞ്ചരിക്കുന്നു പാമ്പുകൾ. ഈ പാമ്പിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ്? എലിയാണ്. അതെ, എലി. ഇപ്പോൾ ചെറിയ നമ്മുടെ മറ്റ് മുറുക്കൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ചുരുട്ട എന്ന് പറഞ്ഞ പാമ്പിനെ പിടിക്കുന്നു, തമ്മിൽ ഭക്ഷിക്കും. മുട്ടയിൽ നിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങൾ തന്നെ ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെ ആരോഗ്യമുള്ള പാമ്പ് ഭക്ഷിക്കും, കുഞ്ഞു പാമ്പ് ഭക്ഷിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ലൈവ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിവേകവും ബുദ്ധിയൊന്നും ഇവർക്കില്ല. ഒന്നുമില്ല. അതാണ് പറയുന്നത്. കാഴ്ചയില്ല, കേൾവിയില്ല, ഓർമ്മയില്ല, മൂക്കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല, കൈയും കാലുമില്ല. ഇങ്ങനെ ഈ പാമ്പ് ഒരാളിനെ ഓടി വന്ന് കടിക്കുമെന്ന് പറയുന്നത് തന്നെ പാമ്പ് പടം പൊഴിക്കുക എന്ന് പറയുന്നത്. ചട്ട പൊഴിക്കുന്നു. എല്ലാ പാമ്പുകളും ചട്ട പൊഴിക്കുന്നു. അതിനുള്ള കാലം പാമ്പിന്റെ സ്കിൻസ് എന്നാൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ പാമ്പുകൾക്ക് ചെവിയില്ലാത്തതുകൊണ്ട് തരംഗങ്ങൾ, ഭൂമിയിലുണ്ടാകുന്ന വൈബ്രേഷൻ പാമ്പുകൾ തിരിച്ചറിയുന്നത് സ്കിന്നു കൊണ്ടാണ്. ഇതൊരു സെൻസ് ചെയ്യുന്നൊരു സാധനമാണ്. ഈ സെൻസേഷൻ കപ്പാസിറ്റി കുറയുമ്പോൾ അടുത്ത സെൻസേഷനുള്ള സ്കിൻസ് ആവുമ്പോൾ പുറത്തത് ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. സുരേഷ്, ഈ പറഞ്ഞ ആൺമൂർഖനും ഒരു പെൺമൂർഖൻ, അതെ, ഈ രണ്ട് പാമ്പിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള റിയാക്ഷൻ? അവർ തമ്മിലുള്ള അടുത്ത് പിന്നെ കടിക്കാനേ. ഇപ്പം നമുക്കിപ്പോൾ 2 ഇങ്ങനെ പിടിക്കുമ്പോൾ 2 നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല, പറ്റില്ല. 2 ഒരുമിച്ച് ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെയാണെങ്കിൽ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ചെറുതും വലുതുകൊണ്ട് അങ്ങനെ പിടിക്കാനും കഴിയില്ല. വലുതോ 2 ഇങ്ങനെ പിടിച്ചാൽ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 നോക്കാൻ കഴിയില്ല. നമുക്ക് കടി കിട്ടാൻ ചാൻസസ് കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിസ്കിന് സുരേഷ് തയ്യാറല്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നോക്കണം. നോക്കാം. തലയിൽ പിടിച്ചിട്ട് മാത്രമേ പെരുമ്പാമ്പിന്റെ നാവ് അതിന് തലയിൽ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അങ്ങനെ നാക്കിട്ട്. അല്ല, ഇതിന് തലയിൽ ലോക്ക് ചെയ്തിട്ട് ഇതിന് നാവ് കടിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നോക്കണേ ശബ്ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഇപ്പൊ ദേഷ്യമാണോ സ്നേഹമാണോ? പേടിച്ചിരിക്കും രണ്ടുപേരും അങ്ങോട്ട്. രണ്ടുപേരും ഇപ്പൊ വലിയ ഇദ്ദേഹത്തിനെ ഇദ്ദേഹം കണ്ട് ഇദ്ദേഹം പേടിച്ചു. സുരേഷ് തല കണ്ട് മാറ്റിക്കോ. എന്താ സുരേഷ്, ഞങ്ങൾ ചെറുതിനെ കണ്ട വലുത് പേടിക്കോ? അല്ല, വലുത് ചെറുതിനെ പേടിക്കും. ചെറുത് വലുതിനെ പേടിക്കും. ചെറുത് വലുതിനെ പേടിക്കും. പക്ഷെ അവര് സുരേഷിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ല, അത് പേടിച്ചിട്ടാണ്. അത് ശരി, പേടിച്ചിട്ടാണ്. ഓക്കെ, അന്നൊരു കാര്യം ചെയ്യുള്ളൂ, ഒന്നിട്ടോളൂ. നോക്കണം, അവരെ നോക്കിക്കോളും കേട്ടോ. നാവ് നീട്ടിക്കൊണ്ടിരിക്കണേ. നാവ് നീട്ടുന്നത് എൻ്റെ കൈയുടെ ചൂട് തിരിച്ചറിയുക ആണ്. അപ്പൊ എത്രത്തോളം നാക്ക് വരുന്നു അടുത്തത് കടിക്കാൻ വേണ്ടി. ഇതിന് പുറകിൽ ഉമ്മ കൊടുക്കുമ്പോൾ എന്താ സ്ഥിതി? അറിയുന്നില്ല. ഈ കൈ ചലിക്കുമ്പോൾ കയ്യിൽ മാത്രം നോക്കുന്നു. അപ്പൊ ഇത് അതല്ല, ഈ അതിന്റെ ശരീരം തൊടുമ്പോൾ അതിന് ഫീൽ ചെയ്യുന്നില്ല. അറിയാൻ പറ്റും. ഒരു ഉമ്മ കൊടുത്ത് സുരേഷ് അമ്മ ഇണങ്ങി കേട്ടാ. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഇപ്പൊ ഇദ്ദേഹം നാക്ക് നീട്ടുന്നു പറഞ്ഞാൽ എന്റെ കൈ അദ്ദേഹം എയിം ചെയ്യുകയാണ്. എനിക്ക് കടിക്കാനുള്ള സർക്കിളിൽ എത്തിയോ, എനിക്ക് അദ്ദേഹത്തിന് കടിക്കാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സർക്കിളിൽ എത്തിയോ എന്നാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഇതുണ്ടല്ലോ, ഇത് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ആ സർക്കിളിൽ കടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലേ, സീൽക്കാര ശബ്ദങ്ങൾ. മൂക്കുകൊണ്ട് എയറെടുക്കാൻ കഴിയില്ല, വായു കൊണ്ട് ഫുള്ള് ബ്രീത്താണ്. വാ തുറന്നിട്ടാണ് എടുക്കുന്നത്. അതെ, ഫുള്ള് വായുണ്ട്. സൈഡിൽ നമ്മൾ അറിയുന്നില്ല. കുറച്ച് അങ്ങോട്ട് പിടിച്ചോളൂ. ശരി ശരി, ഓക്കെ. നല്ല സൗന്ദര്യമുണ്ട് കേട്ടോ. ഇതിന്റെ പുറകിലുള്ള ഈ കണ്ണു പോലുള്ള സാധനം ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ജീവിയാണ്. ശ്രദ്ധിക്കണേ, പാമ്പുകൾ. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള, കാരണം ഭൂമിയിലൊരു കുഞ്ഞ് ജനിച്ചാൽ മരിക്കുന്നത് വരെ സൗന്ദര്യം ഒരുപോലെ നിലനിർത്താൻ കഴിവുള്ള ഒരേ ഒരു ജീവിയാണ്. ഇത് കടിച്ചാണല്ലേ? അല്ല, ഇത് പേടിപ്പിക്കാം. അല്ല, ഈ പുറകിലുള്ള ഈ രൂപം എന്താണ്? അത് വേറെ സിമ്പിൾ മാത്രമാണ്. സിമ്പിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. പാമ്പുകളുടെ എണ്ണം ഇപ്പൊ കേരളത്തിൽ കൂടുവാണോ കുറയുവാണോ? കുറയുന്നുണ്ട്. അതെ, കാരണം അതൊരു നല്ല ചോദ്യമാണ് സാറിന്. കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് പാമ്പിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ പാമ്പിനെ പിടിക്കരുതെന്നുള്ള ചിന്ത. എന്ന് വെച്ചാൽ ആൾക്കാരുടെ പേടി മാറുമ്പോൾ അവരിതിനെ ഇപ്പോൾ ചേരയൊക്കെ ഉണ്ട്, ഇത് ചേരയാണ് പോട്ടെ, അല്ലെങ്കിൽ നീർക്കോലിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കൊമ്പേരിയൊക്കെ ഉണ്ട്. കൊമ്പേരിയൊക്കെ കഥയായിരുന്നു, കൊമ്പേരി കടിച്ചാൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കൊമ്പേരി നോൺ വെനമസാണ്. അപ്പോൾ ആൾക്കാർ ഇതിനെ സേവ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ സേവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആൾക്കാർ കുറേ കേസ്, ഇന്നലെ ഒരു കേസ് എന്നെ വിളിച്ച് പറഞ്ഞു, പാറശാല ഒരു പാമ്പ് അണലി എന്ന് പറഞ്ഞ് പിടിച്ച് ചാക്കിലിട്ട് ഓഫീസിൽ കൊണ്ട് വെച്ചിട്ട് പോയി. ഞാൻ പോയി അതിനെ കളക്ട് ചെയ്തു. പക്ഷേ അത് അണലി അല്ലായിരുന്നു, അത് മണ്ണൂലി എന്ന് പറയുന്ന പാമ്പായിരുന്നു. സുരേഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പാമ്പ് പടം പൊഴിയുന്ന കാര്യം. അതെ, അത് എത്ര സീസൺ നോക്കിയിട്ടാണോ? 10 ആഴ്ചയിൽ ഒരിക്കൽ പടം. 10 ആഴ്ചയിൽ ഒരിക്കൽ. ഏത് പാമ്പ്? മൂർഖൻ, അണലി, ചേര എന്നിങ്ങനെ പാമ്പുകൾ 10 ആഴ്ചയിൽ. പെരുമ്പാമ്പൊക്കെ ചെയ്യും? പെരുമ്പാമ്പും രാജവെമ്പലും എല്ലാം ചെയ്യുന്നു. ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ചെയ്യും. ഇതാ വരട്ടെ. ഏത് പാതിരാത്രിക്കും എന്ത് അസുഖക്കിടക്കി കിടക്കുമ്പോഴും പാമ്പിനെ പിടിക്കണമെന്ന് പറയുമ്പം എല്ലാം മാറ്റി വെച്ച് ഓടിച്ചെല്ലുന്ന ഒരാളാണ്. അതിന് പ്രതിഫലം വാങ്ങിക്കാറില്ല. പലപ്പോഴും ചില നികൃഷ്ടമായ അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. പാമ്പ് പിടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചതിന് ആ ഗ്ലാസ് തിരികെ കൊടുക്കുമ്പം അതങ്ങ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞേരെ എന്ന് വാവയുടെ മുഖത്ത് നോക്കി ചിലർ പറഞ്ഞതായിട്ട് വാവ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യ പോലും പാമ്പ് പിടിക്കുന്നതിൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ ചൂടും ചൂരും എനിക്ക് വയ്യ, താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകുമ്പോൾ പോലും അതെല്ലാം സഹിച്ച്
കുടുംബത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനൊപ്പം ആ ഭാര്യയെ പിണങ്ങിപ്പോകുന്ന അതിൻ്റെ ദുഃഖം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് പാമ്പുകൾക്ക് പിന്നാലെ പോയ ഒരാളും കൂടിയാണ് ബാബു സുരേഷ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം ഭാര്യയേക്കാൾ സുരേഷ് സ്നേഹിച്ചത് പാമ്പിനെയാണ്. ഇല്ല, ഞാൻ അങ്ങനെ എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ ഭൂമിയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയില്ല. ഭാര്യയ്ക്കുള്ള ഏറ്റവും വലിയ ഒബ്ജക്ഷൻ എന്തായിരുന്നു? ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഭാര്യ ഒരുപക്ഷെ സുരേഷ് ഇങ്ങനെ പാമ്പ് പിടിച്ച് നടക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അത്രേ. എൻ്റെ തെറ്റെന്നേ എനിക്ക് പറയാൻ കഴിയും. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. അല്ല, സുരേഷിൻ്റെ സ്വന്തം വീട്ടുകാർ തന്നെ സുരേഷ് ഒരു പാമ്പ് പിടുത്തക്കാരനാകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ? ഒരിക്കലുമില്ല. പക്ഷേ ഇപ്പോൾ അത് അവർ അംഗീകരിച്ചു തുടങ്ങി. കാരണം വെച്ചാൽ അവർ പറയുന്നു, ഇപ്പോൾ ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക, അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു കാര്യമില്ല, സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നു, ആ സാധു ജീവിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ അവർ ഇപ്പോൾ വീട്ടുകാരത് അംഗീകരിച്ചു തുടങ്ങി, എൻ്റെ അമ്മയും സഹോദരങ്ങൾ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവരായിരുന്നു. സുരേഷ് ഇങ്ങനെ പാമ്പെല്ലാം പിടിച്ച് നടക്കുന്നു, ഒരുപാട് സ്ഥലത്ത് പോകുന്നു. സുരേഷിന് പിന്നെ ഫോറസ്റ്റിൻ്റെ സഹായം, ഡോക്ടേഴ്സിൻ്റെ സഹായം, മൃഗശാലക്കാരുടെ സഹായം, രാഷ്ട്രീയക്കാരുടെ സഹായം, പത്രക്കാരുടെ സഹായം, എല്ലാവരുടെയും സഹായമുണ്ട്. ആ സമയത്തിലെ ബിരുദന്മാർ സുരേഷിനടുത്ത് എത്തിയില്ലേ, നമുക്കിത് വെച്ച് ചില കച്ചവടങ്ങളൊക്കെ ആരംഭിക്കാം? അതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. എന്നെ അങ്ങനെ സമീപിച്ച ഒരാളിനെയാണ് ഞാൻ ജയിലിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു മേഖലയിൽ എൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ അതിനുള്ള പ്രതിവിധി ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. എനിക്കൊരു കോൾ ചെയ്താൽ തന്നെ ഞാൻ പറയും, ഇങ്ങനൊരു കോൾ എൻ്റെ കയ്യിൽ വന്നാൽ അത് മിക്കവാറും നിങ്ങൾ 1 മണിക്കൂറിനകത്ത് നിങ്ങളെ തിരക്കി അടുത്ത അന്വേഷണ സംഘടന എത്തിയിരിക്കും. എൻ്റെ നമ്പർ സൈബർ സെല്ലിലേക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ കോളുകളിൽ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേസിലെ പ്രതിയാവുന്ന ഒരു മാറ്റില്ല, അതിന് എന്നെ കുറ്റം പറയരുതെന്ന് വ്യക്തമായിട്ട് ഞാൻ അവരോട് പറയുന്നു. വരട്ടെ. സുരേഷ് വാസ്തവത്തിലൊരു സമ്പന്നനൊന്നുമല്ല. ഈ പാവപ്പെട്ടവൻ ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് ആ സ്ഥലത്തേക്ക് എത്തി എത്രയോ മണിക്കൂറുകൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അതിസാഹസികമായി, ഒരുപക്ഷെ സ്വന്തം ജീവൻ പണയം വെച്ച് തന്നെയാണ് അങ്ങനെ ഈ പാമ്പിനെ അതിനെ ഒട്ടും നോവിക്കാതെ തന്നെ അതിനെ പിടികൂടുകയും അതിനൊരു ചാക്കിലാക്കി അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഏൽപ്പിച്ച് അതിനെ കാട്ടിലേക്ക് അങ്ങനെ അതിനെ വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ സുരേഷിന് കൊടുക്കുന്നത് സുരേഷിന് ചിലവായ തുകയുടെ ചിലപ്പോൾ 5-1 8 ഒക്കെ ആയിരിക്കും. നമ്മുടെ ആളുകൾക്ക് ഇതെല്ലാം കാണാൻ വളരെ രസമാണ്. ഇങ്ങനെ വാവ സുരേഷ് വരുന്നു, പാമ്പിനെ കൊണ്ടുവരുന്നു, പാമ്പിനെ പിടിക്കുന്നു, അതിനെ ചാക്കിലാക്കുന്നു, കൊണ്ടുപോകുന്നു എന്നൊക്കെ ഉള്ളത്. സുരേഷ് ഒരു ത്യാഗിയാണെന്നാണ് സമ്പത്ത് MP. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. സാറിൻ്റെ വേദിയിൽ എന്നെ ആദരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി എനിക്ക് അവിടെ അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പരിപാടി. സുരേഷ് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, ഒരുപക്ഷെ ഒരു വീട്ടുകാരെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വിറപ്പിച്ച ഒരു പാമ്പിനെയായിരിക്കും സുരേഷ് പിടിക്കുക. സാധാരണഗതിയിൽ ആ വലിയൊരു ഭീഷണിയിൽ നിന്ന് ആ ഗ്രാമത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ വീട്ടിനെ മോചിപ്പിക്കുന്ന സുരേഷിന് നല്ലൊരു തുക തരാവുന്നതാണ്. പക്ഷെ ആരും തരില്ല. ഞാൻ ഇതുവരെ ഒരു 5 പൈസ പോലും ഒരു മനുഷ്യരുടെ അടുത്തും ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അവരെന്തെങ്കിലും വഴിച്ചെലവിന് തന്നാൽ മേടിക്കും. തന്നാൽ മാത്രം സംതൃപ്തരാണ്. വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പട്ടിണി അറിഞ്ഞിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ജനിച്ചപ്പോൾ മുതൽ പട്ടിണി എന്താണ് നന്നായിട്ട് അറിഞ്ഞ ആളാണ്. പിന്നെ എനിക്ക് ധനത്തോട് മോഹമില്ല. മരിക്കുന്നവർ അതുണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ കിടക്കുന്ന വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഓലമേഞ്ഞ വീട്ടിൽ കിടന്ന് മരിക്കണം എന്നൊരാഗ്രഹമാണ്. ദൈവം സാധിച്ചു തരും. ആ ഓലമേഞ്ഞ വീട് ഒരു കോൺക്രീറ്റ് വീടാക്കണ്ടേ സുരേഷ്? ഇല്ല, അത് ഒന്ന് എനിക്ക് ഒരുപാട് സംഘടനകൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് ഒരു വശം തിരിച്ചപ്പോൾ ശരിയാണ്, പക്ഷെ മറുവശം തിരിച്ചപ്പോൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ചെയ്ത് തരുമ്പോൾ ഇപ്പോൾ എനിക്കൊരു വീട് വെച്ചൊരു സംഘടന തരുന്നു. അപ്പോൾ നാളെ ഒരു സമയത്ത് ഈ സംഘടനയിൽ ഒരു മെമ്പറുടെ വീട്ടിൽ എൻ്റെ സേവനത്തിന് വേണ്ടി വിളിച്ച് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അവർക്ക് വിഷമമില്ലെങ്കിൽ എനിക്ക് വിഷമമായി മാറും. അതുകൊണ്ടാണ് ഞാനത് വേണ്ട എന്ന് വിചാരിക്കും. സുരേഷ്, ഒരുപക്ഷെ ഈ പരിപാടി കാണുന്ന ഒരുപാട് പ്രേക്ഷക സുഹൃത്തുക്കൾക്ക് സുരേഷിനെ സഹായിക്കാനൊരു താല്പര്യം ഉണ്ടായേക്കാം. ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരമായിട്ട് പറഞ്ഞു. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ടതില്ലെന്ന് വെക്കേണ്ടതില്ല. അവരെ സൗമനസ്യത്തോടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല സുരേഷ്. കാരണം ഞാൻ പറയാൻ കാരണം, എനിക്ക് ജോലി തരാമെന്ന് നേരത്തെ ഇരുന്ന ബിനോയ് വിശ്വൻ സാർ പറഞ്ഞിരുന്നു, ഫോറസ്റ്റ് മിനിസ്റ്റർ. അത് കഴിഞ്ഞ് ഗണേശ് സാറിനെ നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട സാർ. അപ്പോൾ ഞാൻ നോക്കട്ടെ, എന്നാൽ എന്താ സംഭവം നോക്കട്ടെ. സുരേഷിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടറിഞ്ഞപ്പോഴാണ് അന്ന് വനം വകുപ്പിൻ്റെ മന്ത്രിയായ ഞാൻ എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമുക്ക് ഈ ചെറുപ്പക്കാരനെ സഹായിക്കണം. വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെയും ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് പാമ്പുകളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നമുക്ക് തുണയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. സുരേഷിനെ വിളിച്ച് അന്ന് പറഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ. മന്ത്രി കൂടി താല്പര്യമെടുത്ത് സുരേഷിന് ഇങ്ങനെ ഒരു ഉദ്യോഗം തരാൻ, വലിയ ഉദ്യോഗമല്ല, മാസശമ്പളമല്ല, എങ്കിലും ദൈനംദിനം ഒരു വരുമാനമുള്ള ചുമതല ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് എന്നോട് തന്നെ വന്ന് പറഞ്ഞു, എനിക്കൊരുപാട് ജീവിത പ്രയാസമുണ്ട്.
ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു ജോലി അങ്ങനെ സ്വീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. സുരേഷ്, ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്നതിനാണ്. അതിൻ്റെ മറുപടി സാർ തന്നെ പറഞ്ഞു. പെർമനൻ്റ് ജോലിയല്ല, ഡെയിലി ശമ്പളം തരുന്ന ജോലിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ നിന്നിരുന്നത് മേസ്തിരി പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ജോലി പോലെ എനിക്കിതിനെ കാണാൻ കഴിയും. ഈ പറഞ്ഞ മേസ്ത്രിക്ക് അല്ലെങ്കിൽ മൂത്താശാരിക്ക് ശിഷ്യന്മാരുണ്ട്. ഈ തൊഴിലിൽ സുരേഷിനൊരു ശിഷ്യനുണ്ടോ? ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം. ഞാനൊക്കെ വരുന്ന ഇതിൽ സുരേഷ് ചില ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ഗവിയിലെ ഫോറസ്റ്റിൽ തന്നെ 15ഓളം ഫോറസ്റ്റിലെ ഓഫീസർമാർ പാമ്പിനെ പിടിക്കുന്നു. ഞാനാണ് കുളത്തൂപ്പുഴ അരിപ്പയിൽ അവർക്ക് എല്ലാ പുതിയ ബാച്ചുകൾക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. 3 വർഷം കൊണ്ട് തുടർച്ചയായി ചെയ്യുന്നു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000-ത്തിലേറെ പുതിയ ബാച്ചുകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു. അതുപോലെ നമ്മുടെ കുളത്തൂപ്പുഴ ചോഴിയക്കോട് നമ്മുടെ ആർമിയുടെ തന്നെ ഒരു വിങ്ങിന് ഞാൻ ട്രെയിനിങ് കൊടുത്തു. 3000-ത്തിലേറെ ജംഗിൾ ട്രെയിനിങ്ങിൽ വെച്ച് പട്ടാളക്കാർക്ക്. അതെ, പട്ടാളക്കാർക്ക്, ഹിന്ദിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നോക്കിയല്ലോ, ഞാനൊക്കെ പത്രത്തിൽ പാമ്പിനെ പിടിച്ചു വന്നപ്പോൾ ആരുമില്ല, ഒരു സപ്പോർട്ട് പോലും ഇല്ലായിരുന്നു. ബ്രിട്ടനിലേക്കൊക്കെ പിന്നെ പോകേണ്ടി വരും. ചാൾസ് രാജകുമാരൻ വാവ സുരേഷിൻ്റെ മുകളിൽ കണ്ണുവച്ചിരിക്കുകയാണ്. വേണം നോക്കാമോ? എൻ്റെ ഒരു ഭാഗ്യ ദിവസമായിരുന്നു അത്. വാവ സുരേഷ് അന്ന് കയ്യിൽ നമ്മൾ ഓട്ടർ കടിച്ചതിൻ്റെ നീർനായ കടിച്ചതിൻ്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. കൈ മൊത്തം ബാൻഡായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും കൂടെ കയ്യിരുന്നപ്പോൾ കരിവിളക്കും നിലവിളക്കും പോലെ ഇരിക്കുന്നു തോന്നി. പക്ഷെ അതല്ലേ സാർ, എനിക്ക് ആനുവൽ പ്ലാനറ്റുകാർ വന്ന് സുരേഷിനെ ഷൂട്ട് ചെയ്തിട്ട് പോയി. അത് ചെയ്തു. അത് വന്നോ? അത് വന്നില്ല, താമസിക്കാൻ. കണ്ടോ, അന്ന് ഷൂട്ട് ചെയ്ത രംഗങ്ങളൊക്കെയാണത്. കണ്ടോ? അതെ. എന്തായാലും സുരേഷ് ഒരു അത്ഭുത പ്രതിഭാസമാകാൻ പോവുകയാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് സുരേഷിൻ്റെ സിദ്ധി, കഴിവ് അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി ഒരു അവസരം ലഭിക്കുകയാണ്. ഈ പരിപാടിയിലൂടെ തന്നെ എനിക്കറിയാം ലോകമെമ്പാടുമുള്ള മലയാളികൾ സുരേഷിൻ്റെ ഗേൾ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, ബോയ് ഫ്രണ്ടിനെയും. ഇല്ല, എനിക്കിപ്പോഴും ഈ അത്രയൊക്കെ ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ മറുവശത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് സുരേഷ്? കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പാമ്പിനെ പിടിക്കാനായി വിളിച്ചിട്ട് ചെന്നില്ല എങ്കിൽ ഫോണിൽ കൂടെ അനാവശ്യം വിളിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ, ഇപ്പോൾ സ്കൂളിൽ ഒരു റെസിഡൻസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നില്ല എങ്കിൽ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല, അപ്പോൾ തിരിച്ച് ഫോണിൽ കൂടെ അനാവശ്യം വിളിക്കുന്ന ഒത്തിരി അനുഭവങ്ങളാണ് എനിക്ക്. ഒരു വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരി. സുരേഷ്, അത് മനുഷ്യന്മാർ പല വിധത്തിലാണ്. പക്ഷേ ഉണ്ടെങ്കിലും പാമ്പുകളുടെ സ്നേഹം എനിക്ക് അവരോട് ഈ പരിപാടി അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉള്ളൊരു മറുപടിയാണത്. കാരണം വെച്ചാൽ ഇപ്പോൾ അവരുടെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെന്നില്ല, ഇവർ അദ്ദേഹത്തെ തെറി വിളിക്കുമോ? എനിക്ക് അവരോട് ചോദിക്കാം. വളരെ പ്രസക്തമായ ചോദ്യമാണ് സുരേഷ് ചോദിച്ചത്. പക്ഷേ എന്നെ വിളിക്കുന്ന രാത്രി 1 മണിക്കും 2 മണിക്കും. സുരേഷ്, അതൊരു കാര്യം ചെയ്യേണ്ടത് പാമ്പ് പിടുത്തോടൊപ്പം തിരിച്ച് പറയാനുള്ള തെറിയും കൂടെ പഠിക്കണം. അല്ല, അത് ഓരോരുത്തരുടെ രീതിയാണ്. വരട്ടെ, കൗതുകത്തിനായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു സൈഡിൽ ഈ വിഷമേറിയ പാമ്പുകളുണ്ടാവും, മറുവശത്തും മനുഷ്യ പാമ്പുകൾ കുറേ പേരുണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ എന്താ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാമ്പുകൾ ഏതാണ്? വിഷമുള്ള പാമ്പുകളാണോ അതോ നമ്മുടെ മനുഷ്യ പാമ്പുകളാണോ? നല്ലൊരു ചോദ്യമാണത്. കാരണം വെച്ചാൽ ഈ വിഷപ്പാമ്പുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പാമ്പുകളെ പറയരുതെന്ന് പറഞ്ഞതുപോലെ മദ്യപിച്ചിരിക്കുന്ന മനുഷ്യനെ ഒരിക്കലും പാമ്പ് എന്നതിന് സംബോധന ചെയ്യരുതെന്ന്. കാരണം പാമ്പിനെ അപമാനിക്കണം. കാരണം അല്ല, നമ്മളിതിനെ ചിന്തിക്കുക, പാമ്പ് എന്ന പ്രകൃതി സംരക്ഷകരാണ്. മനുഷ്യനുണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾക്കുള്ള ബലം കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അത് നമുക്ക് ഉപകാരം ചെയ്യുന്നവരാണ്, മറ്റേ നമ്മളെ ഉപദ്രവിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാഡം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ 9 പ്രാവശ്യം എനിക്ക് ക്രിട്ടിക്കലായ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് മദ്യപിച്ചു കൊണ്ടുവന്ന ആൾക്കാർ തന്നെ. ഇവരുടെ ആ കല്ലമ്പലത്ത് വെച്ച് വെട്ടിമൺകുണത്ത് വെച്ചുള്ളൊരു കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടി അദ്ദേഹം ഞാൻ ചെന്നപ്പോഴേ എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പിടിച്ചുകൊണ്ട് പോയതാണ്. വീണ്ടും അദ്ദേഹം എവിടെയും കൂടെ കറങ്ങി വന്നിട്ട് എന്തോ വളരെ മോശമായിട്ട് തെറിവാക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ആരെയെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ആ കടി കേൾക്കുന്നത്. സുരേഷിന് പണത്തോടും മറ്റുള്ള പദവികളോടൊന്നും ഒരു ആർത്തിയില്ല. ഒന്നിനോടും എനിക്ക് ആർത്തി വന്നില്ല. നോക്കാം. ഞാനൊഴിച്ച് മറ്റാരും അറിഞ്ഞുകൂടാത്തൊരു ബന്ധം വാവയായിട്ട് സമൂഹത്തിനുണ്ട്. വാവയ്ക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന 1 രൂപയാകട്ടെ, 100 രൂപയാകട്ടെ, 1000 രൂപയാകട്ടെ, നേരെ മെഡിക്കൽ കോളേജിൽ അജ്ഞാതമായിട്ട് കിടക്കുന്ന നിർദ്ധനരായ രോഗികൾക്ക് കൊണ്ടുപോയി, എന്നെയും വിളിച്ചു കൊണ്ടുപോയി ഈ ക്യാഷ് അവർക്ക് ആരെന്ന് പറയാതെ, ഞാൻ വാവാ സുരേഷാണെന്ന് പോലും പറയാതെ കൊടുക്കുന്നൊരു പ്രവണത
വാവ സുരേഷിൽ ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ ഒരുപാട് പട്ടിണി അറിഞ്ഞു. സുരേഷ് സാറല്ല സാറേ, വിട്ടു എന്ത് പറ്റി വാട്ട് ഹാപ്പൻ? വാ 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 ശരി, ശരിയായി. എന്ത് പറ്റി? വലിയ മൂർഖം പാമ്പുകളെ രാജവെമ്പാലയുടെ ഒക്കെ കളിക്കുന്ന സുരേഷ് എത്ര ആർദ്രമായ മനസ്സിൻ്റെ ഉടമയാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുപോലെ ഈ അടുത്ത കാലത്ത് കിട്ടിയ നമ്മുടെ മാധവൻ പിള്ള ഫൗണ്ടേഷൻ അവാർഡ് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഞാനതിൽ ഒരു പൈസ പോലും എടുത്തില്ല. അതെനിക്ക് മേനകാജിയാണ് സമ്മാനിച്ചത്. മറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പൈസ പോലും എൻ്റെ ചെലവിനെടുക്കുകയോ ഒന്നും ചെയ്യാതെ. ഒരു മിനിറ്റ്, ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്. ആ പാമ്പിനെ ഒന്ന് പിടിച്ചേ, അപ്പോൾ ശരിയായി കിട്ടും. പാമ്പുമായിട്ടൊന്ന് സംസാരിക്കുക. സുരേഷിൻ്റെ കരച്ചിൽ മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ കൂടെയുള്ള ഏറ്റവും ഉദാത്തമായൊരു ജീവി ഈ പാമ്പാണ്. ഇനി സുരേഷിൻ്റെ സുഹൃത്തിനൊരു വാചകം പറയാനുണ്ട്. പാമ്പിനെ നോക്കിക്കോണം വരട്ടെ. ഒരു കണ്ണ് ഇവിടെ ആയിരിക്കണം, ഒരു കണ്ണിവിടെ ആയിരിക്കണം. സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുമ്പം ഓർമ്മ വരുന്നൊരു കാര്യം, സുരേഷ് ചേട്ടൻ എന്ന് പറയുമ്പം ഈ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ മാത്രമല്ല, അതിന് ഈ പാമ്പുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എനിക്ക് സുരേഷ് ചേട്ടനോട് ചോദ്യം ചോദിക്കാനുള്ളത്. അതായത് എപ്പോഴെങ്കിലും പാമ്പിന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും പാമ്പിന് മനുഷ്യനോട് ചോദിക്കാനുണ്ടാവും? എന്തായിരിക്കും സുരേഷേ ഈ പാമ്പിന് എന്തായിരിക്കും ഇപ്പോൾ ചോദിക്കാനുള്ളത്? നമ്മൾ പണ്ടൊക്കെ കേട്ടിരിക്കുന്ന പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ല എന്നാണ്. പക്ഷേ ഇന്നത് മറിച്ചാണ് അവസ്ഥ. പാമ്പുകൾക്ക് മാളമില്ല, മാളം നഷ്ടപ്പെട്ടു. പാമ്പുകൾക്ക് മാളം നഷ്ടപ്പെട്ടു, പറവകൾക്ക് ആകാശമല്ല, മരങ്ങളെല്ലാം മുറിച്ച് ദാരുണമായി നശിപ്പിക്കുന്നു. പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല, പക്ഷേ അവർക്ക് നല്ല ഒന്നാന്തരം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുണ്ട്. ഈ സാധു ജീവിക്കാണെന്ന് കിടക്കാൻ ഇതില്ല. പാമ്പുകൾ ചോദിക്കുന്നത്, ഇത്രയും സാധുവായ ഞങ്ങളെ നിങ്ങൾ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്നാണ് പാമ്പുകൾ ചോദിക്കുന്നത്. നാവുണ്ടായിരുന്ന ഇവ കൃത്യമായിട്ട് അത് തന്നെയായിരിക്കും ചോദിക്കുക. സാധാരണഗതിയിൽ പാമ്പിനെ കണ്ടാൽ ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൊല്ലുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ പാമ്പിനെ സ്നേഹിച്ചുകൊണ്ട് ഒരുപക്ഷെ പാമ്പിനെക്കുറിച്ചുള്ള ഭയാശങ്കകൾ അകറ്റാൻ വേണ്ടി സുരേഷ് ചെയ്യുന്ന വലിയൊരു ശാസ്ത്ര ദൗത്യം, ആ ദൗത്യം ഇനിയും മുമ്പോട്ട് പോകട്ടെ. ഈ പരിപാടി കണ്ട പ്രേക്ഷകരുടെ എല്ലാം സന്മനസ്സും പിന്തുണയും പിൻബലവും സുരേഷിനുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം താങ്കളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ചെലവഴിച്ച ഈ സമയത്തിന് വളരെയധികം നന്ദി. നമസ്കാരം.